Good morning. Good morning, ma'am. Prayer. Dear Allah, thank you for this new day. Bless our teachers and friends. Give us wisdom, knowledge, and understanding. Help us to stay focused and do our best. Amen. Thank you. Okay. Sign in. Sign in. Good morning, everyone. Today we warmly welcome Ashadi ma'am to our online MP class. We are happy to have you with us, ma'am. We look forward to a wonderful session. Thank you. Okay. Thought of the day ഉണ്ടോ? ഹസീന തന്നെയാണോ അത് പറയുന്നേ? ആരുമില്ലേ പറയാം മാം. Thought of the day. Thought of the day. A small step every day lead to big changes. ചെറിയ ശ്രമങ്ങൾ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. മാം പാർട്ട് 3-ലെ 9ാമത്തെ ചാപ്റ്ററിന്റെയും പാർട്ട് 4-ലെ ആറാമത്തെ ചാപ്റ്ററിന്റെയും മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നേ. മാം ആണോ 10ാമത്തെ ചാപ്റ്റർ എടുക്കണേ? മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള? ആ ചാപ്റ്റർ എടുത്തിട്ടില്ലേ? ഞാൻ ഓർക്കുന്നില്ല മാം എടുത്താണോ. പക്ഷെ മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ല. കണ്ടല്ലോ ഞാൻ നിങ്ങളെ കൊണ്ട് സെമിനാർ പ്രസന്റ് ചെയ്യിപ്പിച്ചില്ലേ? പിന്നെ നമ്മുടെ പടമൊക്കെ വരപ്പിച്ചത് ഓർമ്മയില്ലേ? പൊല്യൂഷനെ കുറിച്ചിട്ട് അതെടുത്തായിരുന്നു മാം. എടുത്തെടുത്തു. ഏതൊക്കെയാണ് മോക്ക് ടെസ്റ്റ് തരാത്തത്? 10th ചാപ്റ്ററും പിന്നെ 6th ചാപ്റ്റർ പാർട്ട് 4-ലെ 6th-ഉം 10th-ഉം പാർട്ട് 3-ലെ 9th-ഉം 9ാമത്തെ ചാപ്റ്റർ. അത് ടെൻഡൻസി അല്ല, അത് ഞാനല്ലോ എടുത്തത്. ടെൻഡൻസി ഓഫ് മൈൻഡ് എന്നുള്ള അത് മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ല. എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല മാം. ഞാൻ ഇല്ലാതിരുന്നപ്പോഴാണെന്ന് അറിയത്തില്ല. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാനൊന്ന് എഴുതി ഇരിക്കട്ടെ കേട്ടോ. ആ പറഞ്ഞോളൂ കേട്ടോ. മാം ടെൻഡൻസി ഓഫ് മാൻ അത് എടുത്തിട്ട് പോലും ഇല്ല ഇനിയും. അത് ജിഷ മാം എടുക്കുന്നത്. ഓക്കെ. മാൻ ആൻഡ് എൻവയൺമെന്റ് തരാനുണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ഞാൻ കുറച്ച് പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. ഇന്നത്തെ കൂടി ഫിനിഷ് ആവുള്ളൂ കേട്ടോ. അതിനുശേഷം തരാം. പിന്നെ ഏതാ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മാൻ ആൻഡ് എൻവയോൺമെന്റ് പിന്നെ ടെൻഡൻസീസ് ഓഫ് മാൻ എന്നും പറഞ്ഞത് അത് പഠിപ്പിച്ചില്ലെന്നല്ലേ പറഞ്ഞു? ടെൻഡൻസി ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അത് ജിഷ മാം ഇനി എടുത്തിട്ടില്ല. ജിഷ മാം എടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അത് ജിഷാമം എടുത്തു കഴിഞ്ഞതിന് ശേഷം മോക്ക് ടെസ്റ്റ് തരൂ കേട്ടോ. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ഇനി കിട്ടാനുള്ളത് അല്ലെ? ബാക്കിയൊക്കെ കിട്ടിയതല്ലേ? ബാക്കി മോക്ക് ടെസ്റ്റുകളൊക്കെ ഏഴാമത്തെ മാം, അപർണ മാമിന്റെ 7ാമത്തെ ചാപ്റ്ററിന്റെയും കൂടി ഇല്ല, തന്നിട്ടില്ലായിരുന്നു. ആ ഓക്കെ. അപർണ മാം അത് ഫിനിഷ് ചെയ്തോ? ആ, കഴിഞ്ഞതായിരുന്നു. മാം, 3-ാം തീയതി തൊട്ട് മാർച്ച് 3 തൊട്ട് 22 വരെ ക്ലാസ് ഇല്ല, സ്റ്റഡി ലീവ് ആന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ PGയുടെ ക്ലാസ് ഉണ്ടാവുമോ മാം? മറ്റേ ഡിപ്ലോമയുടെ ക്ലാസ് ആണ് ഇല്ലാതിരിക്കുന്നത്? മാർച്ച് 3-ാം തീയതി. ആ, 3 തൊട്ട് 22 വരെ. 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യലോ ഡിപ്ലോമയുടെ എക്സാം. അപ്പൊ സ്റ്റഡി ലീവ്. എക്സാമിന്റെ ഡേറ്റ് വന്നോ? ആ, 2 ആണ്. 2 ആണ്. ആ PGയുടെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ആ, ഓക്കെ മാം. PGയുടെ ക്ലാസ്സിന് ഒഴിവൊന്നുമില്ല, PGയുടെ ക്ലാസ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? ആ, സ്ക്വയർ ഫീറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ? സ്ക്വയർ ഫീറ്റ് വരെയല്ലേ പറഞ്ഞത്? സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിന് മുമ്പായിട്ട് ഓരോ സ്റ്റുഡന്റിനും 6 സ്ക്വയർ ഫീറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ എല്ലാ ക്ലാസ് റൂമിലും ആയിട്ട് 100 സ്ക്വയർ ഫീറ്റ് വേണം. പിന്നെ ടീച്ചേഴ്സ് മൂവ്മെന്റിന് 40 സ്ക്വയർ ഫീറ്റ്. പിന്നെ സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ സ്പേസ് 40 സ്ക്വയർ ഫീറ്റ് ആണ്. ദെൻ റാക്ക് സ്പേസ് 20 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുമ്പോൾ പല പാരന്റ്സിനും സംശയമുള്ള ഒരു കാര്യമാണ്, തങ്ങളുടെ കുട്ടികളെ എവിടെയാണ് അവർക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യേണ്ടതെന്ന്. ഭൂരിഭാഗം പാരന്റ്സും ആഗ്രഹിക്കുന്നത് എപ്പോഴും തങ്ങളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിലിരിക്കണം എന്നാണ്. ആണോ? നിങ്ങളായാലും അങ്ങനെ ചിന്തിക്കുന്നവരല്ലേ? നിങ്ങളുടെ മക്കള് എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം, അതായത് ബോർഡിൽ എഴുതുന്ന കാര്യങ്ങള്, പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എളുപ്പത്തില് അവർക്ക് മനസ്സിലാകണമെന്ന് ചിന്തിക്കുന്നവരാണ് അല്ലെ? ഓക്കെ, അപ്പോ പ്രത്യേകിച്ച് ഐ ഡിഫക്റ്റ് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തിയേ തീരുള്ളൂ. കാരണം അവർക്ക് കാഴ്ചക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫ്രണ്ടിൽ ഇരുത്തണം. അപ്പൊ താഴെ പറയുന്ന രീതികളാണ് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഹൈറ്റ് ഓർഡർ ആണ്. ഓക്കെ, ഹൈറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് അല്ലെ? ഉയരത്തിനനുസരിച്ചിരുത്തും അല്ലെ? അതായത് ഹൈറ്റ് കുറവുള്ള കുട്ടികളെ ഫ്രണ്ട് ബെഞ്ചുകളിലായിട്ട് ഇരുത്തും, ഹൈറ്റ് കൂടിയിട്ടുള്ള കുട്ടികളെ ബാക്ക് ബെഞ്ചിലായിട്ട് ഇരുത്തും അല്ലെ? ഹൈറ്റ് കൂടിയിട്ടുള്ളത് കൊണ്ട് എപ്പോഴും ബാക്ക് ബെഞ്ചിൽ കയറിയിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. ഏത് സമയവും ബാക്ക് ബെഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഹൈറ്റ് കൂടുതലാണ്, കാരണം ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോ ആ ഒരു രീതിയാണ് ഹൈറ്റ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേതാണ് ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ആൽഫബറ്റിക്കൽ ഓർഡർ എങ്ങനെയാണ്? യെസ്, അതായത് ആൽഫബറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എ തൊട്ടുള്ള കുട്ടികളെ ആദ്യത്തെ ബെഞ്ചുകളിൽ ഇരുത്തും, ബി തൊട്ടുണ്ടെങ്കിൽ അവരെ രണ്ടാമത്തെ ബെഞ്ചിൽ ഇരുത്തും. അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചിട്ട് കുട്ടികളെ ഇരുത്തുന്ന ഒരു രീതിയുണ്ട്. പിന്നെ എന്താണ് അറ്റൻഡൻസ് ഓർഡർ? എന്താണ് ഈ അറ്റൻഡൻസ് ഓർഡർ എന്ന് പറയുന്നത്? അറ്റൻഡൻസ് ഓർഡർ എന്താ?
രജിസ്റ്ററിൽ എഴുതിയിട്ടുള്ള വിധത്തില് രജിസ്റ്ററിൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഇരുത്താറുണ്ട്. ദാറ്റ് ഈസ് അറ്റൻഡൻസ് ഓർഡർ. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റാങ്കിങ് മെത്തേഡ് ആണ്. ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല. ആണോ? രജിസ്റ്ററിൽ ഇരുത്തുന്നത് ആൽഫബറ്റിക് ഓർഡറിലല്ലേ? എന്താണ്? രജിസ്റ്ററിൽ എഴുതുന്നത് ആൽഫബറ്റിക് ഓർഡറിലല്ലേ? അത് ആൽഫബറ്റിക് ഓർഡറിലാണ്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് വേണ്ട. ഓക്കെ. ദെൻ റാങ്കിങ് മെത്തേഡ് എന്താ? റാങ്കിങ് മെത്തേഡ് നല്ല പഠിക്കുന്ന കുട്ടികൾ മുന്നിട്ട് അങ്ങനെയാണോ? നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുത്തും. പിന്നീട് അതായത് ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ മിഡിലായിട്ട് ഇരുത്തും. ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ ഏറ്റവും ലാസ്റ്റ് ഇരുത്തും. അല്ലെ? ഈ ഒരു രീതിയാണ് എന്ത് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇപ്പോ എല്ലാ സ്കൂളുകളിലും നമുക്കറിയാം റൊട്ടേഷൻ ആണ് അല്ലെ? ഇങ്ങനെയുള്ള രീതികൾ ഫോളോ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ? കാരണം എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള എന്താ പറയാ ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് റൊട്ടേഷൻ ആണ് നടത്താറുള്ളത്. അത് ഡെയിലി ആയിരിക്കാം, അല്ലെങ്കിൽ വീക്സിലായിരിക്കാം അല്ലെ? ഒന്നില്ലെങ്കിൽ എല്ലാ ദിവസവും ബെഞ്ചുകൾ മാറി മാറി വരാം, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കാൻ ചില കുട്ടികള്, പിന്നത്തെ ആഴ്ച വരുമ്പോൾ അവര് ബാക്ക് ബെഞ്ചിലാകാം. അങ്ങനെ റൊട്ടേഷൻ ആണ് ഇപ്പോ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെമിനാർ പ്രസന്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. പിന്നെ യൂണിഫോംസിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ യൂണിഫോംസ് ആൺകുട്ടികൾക്കുണ്ട് പെൺകുട്ടികൾക്കുണ്ട്. പിനോഫോംസ് ആൻഡ് സ്ലാക്സ് ആർ ദ യൂണിഫോംസ് ഫോർ ഗേൾസ്. ഈ പിനോഫോംസ് എന്താ? പിനോഫോംസ് കണ്ടിട്ടുണ്ടോ? യെസ്, പെറ്റിക്കോട്ട് പോലത്തെയാണ് കേട്ടോ. നമ്മള് എന്താ പറയുക LP സെഷനിലൊക്കെ ഇടുന്ന, അല്ലെങ്കിൽ നമ്മള് UKG LKG ആ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാല് പിനോഫോം ആണ് ധരിക്കുക. മനസ്സിലായല്ലോ? പെറ്റിക്കോട്ട് പോലെയുള്ളത് ഷർട്ട് ഇട്ടിട്ട് പെറ്റിക്കോട്ട് പോലെയുള്ളതാണ് ആ യൂണിഫോം. മനസ്സിലായല്ലോ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്ലാക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ പാന്റ് ആണ്. ഓക്കെ. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ പിന്നീട് കുട്ടികൾ ഇടുന്നതെന്ന് വെച്ചാല് അതായത് ഷർട്ട് ഇടും, പിന്നെ പാന്റ് ഇടും, പിന്നെ ഒരു കോട്ട് ഉണ്ടാകും. ആ ഒരു രീതിയിലാണ് ഇപ്പൊ യൂണിഫോംസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹാഫ് പാൻസും സ്ലാക്സും ആണ് ബോയ്സിന് കൊടുക്കുന്നത്. ഓക്കെ. നമുക്കറിയാം ബോയ്സിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷർട്ടും പാന്റും ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടുവരുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഷർട്ടാണോ മാം? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷർട്ടാണോ? ആ ഷർട്ടാണ് കേട്ടോ. സ്ലാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഷർട്ടാണ്. ഹാഫ് പാൻസ് ആൻഡ് സ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഷർട്ടും പാന്റും ആണ് കേട്ടോ. പിന്നെ കർച്ചീഫും റിബണും അതിന്റെ കൂടെ ഉണ്ടാകും. പിന്നെ ഷൂസ്, അതുപോലെ ടൈ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂണിഫോമിന്റെ കൂടെ കുട്ടികൾ ധരിക്കുന്നതാണ്. പിന്നെ അതായത് ഇപ്പൊ നമ്മുടെ കൺട്രി ഇന്ത്യ എന്ന് പറയുന്നത് വാം കൺട്രിയാണ് അല്ലെ? കുറച്ച് ചൂട് കൂടുതലാണല്ലേ ഇവിടെ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ അപേക്ഷിച്ച്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ കുറച്ച് ചൂട് കൂടുതലാണ് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള മൂടി പൊതിഞ്ഞ് ഇരിക്കുന്ന രീതിയിൽ നമ്മൾ യൂണിഫോം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിയർ ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെ? ഇപ്പൊ ഷൂസും സോക്സും ഒക്കെ ധരിച്ചു കഴിഞ്ഞ കുട്ടികളെ രാവിലെ നമ്മൾ സ്കൂളിൽ വിടുന്നു. വൈകുന്നേരം ആവുമ്പോൾ ഷൂ ഒക്കെ അഴിക്കുമ്പോ എന്താ നമ്മൾ കാണാം? എന്താ ഉണ്ടാവുക? കാലൊക്കെ അല്ലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. പിന്നെ സ്കിന്നിന്റെ കളർ മാറിയിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ഇല്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അതത്ര നിർബന്ധമല്ലെന്നാണ് പറയുന്നത്. അതായത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചില മാറ്റങ്ങൾ നമുക്ക് വരാം. സ്കൂളുകൾ പറയുന്നുണ്ട് ഷൂ ധരിക്കണം, സോക്സ് ധരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത്ര നിർബന്ധമാക്കാറില്ലെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതില് പറയാനായിട്ടുള്ളത്. ഇനി ആ പോയിന്റുകൾ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? 8 പോയിന്റ്സ് ഉണ്ട്. ഇനി 9 പോയിന്റ് ഉണ്ട്. അസീന ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ.
ഹസീന. First one, the uniform of the children. The teacher is only liable to answer if any one of the children is not wearing the uniform in her class. വിദ്യാർത്ഥികള് ശരിയായ യൂണിഫോം ധരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. About contain kerchief and ribbon also in the uniform. ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് കുട്ടികള് യൂണിഫോം ധരിച്ചു വന്നിട്ടില്ലെങ്കിൽ മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള സുപ്പീരിയറിനോട് മറുപടി പറയേണ്ടതാണ്. ടീച്ചറല്ലേ? ടീച്ചറാണ് മറുപടി പറയേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, എബൌട്ട് കണ്ടെയ്ൻ കർച്ചീഫ് ആൻഡ് റിബൺസ് ഓൾസോ ഇൻ ദ യൂണിഫോം. ചില യൂണിഫോമുകളിൽ കർച്ചീഫ്, റിബൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Then about taking care of the belonging of the children like a tiffin box, chappal, bag, water can, pencil box, slate, etc. പിന്നെ നമുക്കറിയാം കുട്ടികൾ കൊണ്ടുപോകുന്ന യൂണിഫോം മാത്രമല്ല, കുട്ടികൾ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ടിഫിൻ ബോക്സ് ഉണ്ടാകും, അതുപോലെ ചപ്പൽസ് ഉണ്ടാകും, അതുപോലെ ബാഗ് ഉണ്ടാവും, വാട്ടർ ക്യാൻ ഉണ്ടാവും, പെൻസിൽ ബോക്സ് ഉണ്ടാവും, സ്ലേറ്റ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കുട്ടികൾക്ക് കൊടുത്തേക്കാറുണ്ട്. ചപ്പൽ അവർ ധരിച്ചിട്ടാണ് പോവുക. Then about the badges, tie, belt and the new method of pinning the identity card. അതുപോലെ തന്നെ ബാഡ്ജസ്, ടൈ, ബെൽറ്റ്, പിന്നെ ഐഡന്റിറ്റി കാർഡ് പിൻ ചെയ്യുന്ന ഇപ്പോഴത്തെ രീതി, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ about the drawback of shoes. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഷൂസും സോക്സും ഒക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിന് ചില ഡ്രോബാക്കുകൾ ഉണ്ട്. അത് കുട്ടികളുടെ സ്കിന്നിന് ചില സമയത്ത് ഡാമേജ് ആയിട്ടാണ് വരിക, ദോഷമായിട്ടാണ് വരിക കേട്ടോ. Then sixth point, about the late comers, there are two types of late comers. അതായത് സ്കൂളില് വൈകി വരുന്ന കുട്ടികളുണ്ട്. അവർ രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് റെഗുലർ ലേറ്റ് കമേഴ്സും മറ്റൊന്ന് ഒക്കേഷണൽ ലേറ്റ് കമേഴ്സും. ചില കുട്ടികള് സ്ഥിരമായിട്ട് വൈകി വരുന്ന ആളുകളുണ്ട്. ചില കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണ് വൈകി വരുന്നത്. മനസ്സില്ലേ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് വരുന്ന ആളുകളില്ലേ, കുട്ടികളില്ലേ? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? ചില ആളുകൾ ഇടയ്ക്ക് വൈകി വരാറുണ്ട്, ചില ആളുകൾ സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് വൈകി വരാറുണ്ട്. Then about tearing up of books and notebooks. അതുപോലെ തന്നെ ബുക്കുകളും നോട്ട്ബുക്കുകളും. Then about missing and losing paper, pencil and slate pencil. Many of the parents are angry when the child often asks their parents to buy the pencil. Sometimes they put the responsibilities on the teacher and blame them. ഇത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, പെൻസിൽ കളഞ്ഞു പോയി, പേന കളഞ്ഞു പോയി, ബുക്ക് കളഞ്ഞു പോയി, പേപ്പർ കളഞ്ഞു പോയി എന്നുള്ളത് അല്ലെ? ഓക്കെ, അപ്പൊ ഇവർക്ക് നമ്മളിത് എത്ര മേടിച്ചു കൊടുത്താലും മതിയാവില്ല അല്ലെ? നമുക്കറിയാം, സ്കൂള് തുറക്കുന്ന സമയത്ത് നമ്മൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഓരോ പുതിയ സാധനങ്ങൾ മേടിക്കുന്നത് അല്ലെ? അപ്പൊ ഒരു ബോക്സ് പെൻസിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചു എന്ന് വിചാരിക്കുക, എത്ര സമയം കൊണ്ടാണ് അത് തീരുന്നത്? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. എത്ര സമയം കൊണ്ട്? എങ്ങനെയായാലും അത് അവര് കളയോ അല്ലെ? കളഞ്ഞിട്ടാണ് കൊണ്ടുവരിക. നമ്മൾ ആ സമയത്ത് വാങ്ങിച്ചൊക്കെ വെക്കും, പക്ഷെ എത്രയും പെട്ടെന്ന് അത് തീർന്നു പോവുകയും ചെയ്യും. കാരണം കുട്ടികള് ശ്രദ്ധിക്കില്ല അല്ലെ? ചിലപ്പോ പറയുന്ന ഒരു കാര്യമായിരിക്കും, മോഷ്ടിക്കുന്നു എന്ന് പറയാം, ആരെങ്കിലും ബാഗിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ നമ്മളോട് ഇങ്ങനെ വന്ന് പറയുമ്പോൾ, കുഞ്ഞുങ്ങൾ നമ്മളോട് വന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്യുക ടീച്ചറിനെയാണ്. ആ ടീച്ചർ അത് ശ്രദ്ധിക്കാനായിട്ടാണ്. അപ്പൊ ആരെങ്കിലും മോഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അതായത് ക്ലാസ് റൂമിലുള്ള കുട്ടികൾ തന്നെ കുട്ടികളുടെ ബാഗിൽ നിന്ന് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ടീച്ചർ മര്യാദയ്ക്ക് അവരെ പണിഷ് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ടീച്ചർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്നുള്ള ന്യായങ്ങളൊക്കെയാണ് നമുക്ക് പറയാം. അതെപ്പോഴും പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത് കേട്ടോ. പറഞ്ഞോളൂ സജിന. ഇപ്പൊ സ്കൂള് തുറക്കാറാകുമ്പോഴത്തേക്ക് അവരൊരു ലിസ്റ്റ് തരും, ആ ലിസ്റ്റിൽ സാധനങ്ങൾ മേടിച്ചിട്ട് സ്കൂളിൽ തന്നെ അത് സൂക്ഷിക്കുകയാണ്. ഇപ്പൊ അവര് വീട്ടിലോട്ട് കൊടുത്തുവിടില്ല. യെസ്, അത് നല്ലൊരു രീതിയാണ്. അതാവുമ്പോ അധികം എന്താ പറയാ നഷ്ടപ്പെടാതെ ഇരിക്കുമല്ലോ. ദെൻ 9th പോയിന്റ്, അബൌട്ട് ഗെറ്റിംഗ് ദ ലീവ് ലെറ്റർ ഫ്രം ദ ചിൽഡ്രൻ. അതുപോലെ തന്നെ ലീവ് ആയിട്ടുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് ലീവ് ലെറ്റർ വാങ്ങിക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ്,
ഒരു പോയിന്റ് കൂടി ഉണ്ട്. ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ് ടു ബ്രിങ് ഔട്ട് ദ ഇൻഡിവിജ്വൽ ടാലന്റ് എ പീരീഡ് ഇൻ എ ഡേ ഇറ്റ് ഷെയർഡ് ടു എ സ്റ്റുഡന്റ് ഓഫ് ദ ക്ലാസ്. Likewise, this chance is given to every student. He, she is declared as a hero, heroine of the day. അതായത് ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അവരെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് റൂം ടൈപ്പാണ്. അതായത് ഈ ഒരു ക്ലാസ്സിൽ ഒരു പീരീഡ് കുട്ടികളുടെ കഴിവുകൾ, ഇപ്പൊ ഡാൻസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, പാട്ട് പാടുന്ന കുട്ടികളുണ്ടാകും, അല്ലെ? അങ്ങനെ ഒരു പീരീഡ് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു രീതിയാണ് ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡാൻസ് ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പീരീഡിൽ എന്ത് ചെയ്യും, അവരവരുടെ കഴിവുകൾ മാക്സിമം അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിലൂടെ അവരെ ഹീറോയിനായിട്ട് ഡിക്ലെയർ ചെയ്യോ ഹീറോ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയോ ചെയ്യും. ദാറ്റ് ഈസ് ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ഈ ചാപ്റ്റർ മറ്റു ചാപ്റ്ററുകളൊക്കെ അപേക്ഷിച്ച് ഈസി അല്ലേ? കുഴപ്പമില്ലല്ലോ, അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഏതൊക്കെ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ആദ്യത്തെ പാർട്ടിൽ എടുത്തത് എന്ന് പറയാമോ? ആദ്യത്തെ പാർട്ടിൽ ഏതൊക്കെ ചാപ്റ്റർ എടുത്തു? മൂന്നാമത്തെ ചാപ്റ്റർ എടുത്തു. ഫുഡ് ന്യൂട്രീഷൻ മാമ എടുത്തത്. പിന്നെ ഹെൽത്ത് കെയർ ആ 2 ചാപ്റ്റർ മാമ എടുത്തത്. ആ 2 ചാപ്റ്റർ മാത്രം എടുത്തിട്ടുള്ളൂ. രണ്ടാമത്തെ പാർട്ടിലാണെങ്കിലോ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, 5ാമത്തെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, നീഡ്സ്, ഡിഫൻസ് മെക്കാനിസം. നീഡ്സ് എടുത്തു, ഡിഫൻസ് മെക്കാനിസം. നീഡ്സ് എടുത്തതാ മാമ എടുത്തത്. പിന്നെ ഡിഫൻസ് മെക്കാനിസം. പിന്നെ പാർട്ട് 3 ഒന്നും എടുത്തിട്ടില്ല അല്ലെ? ഇല്ല മാമ എടുത്തില്ല, പാർട്ട് 3 എടുത്തില്ല. പാർട്ട് 4 യൂണിറ്റ് 1 തുടങ്ങി 6 വരെ എടുത്തു. പിന്നെ മാൻ ആൻഡ് എൻവയോൺമെന്റ് എടുത്തു അല്ലെ? യെസ് മാം. ഓക്കെ, നമുക്ക് പാർട്ട് 4 ഒന്ന് നോക്കാം. ടെൻഡൻസീസ് ഓഫ് മാൻ മാം അല്ലേ എടുക്കാന്ന് പറഞ്ഞത്? അല്ല, അത് ജിഷാമിസ് ആണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് സമയമില്ല എടുക്കാനായിട്ട്, ഈ ഒരു ക്ലാസ്സും കൂടെ കിട്ടുള്ളൂ. ജിഷാമിസ് എടുക്കും കേട്ടോ. അപ്പൊ ഇന്നത്തോടെ മാം ലാസ്റ്റ് ക്ലാസ് ആണോ? ഇന്നത്തോടെ ഞാൻ ശനിയാഴ്ച ക്ലാസ് വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല, ഇതുവരെ ടെക്നിക്കൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശനിയാഴ്ച ഇംഗ്ലീഷ് മാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച വെക്കാണോ? ശനിയാഴ്ച വെക്കാന്നാണോ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് വീക്ക് പറ്റില്ലെന്ന് തോന്നുന്നു. ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഇരിക്കാനായിട്ട് ഓക്കെ ആണോ? കൂടുതൽ സമയം ഇംഗ്ലീഷും പിന്നെ ഞാൻ എടുക്കുവാണെങ്കിൽ അതൊക്കെ ആണോ? കുഴപ്പമില്ല. ഇംഗ്ലീഷ് ഫ്രൈഡേ ആണ് ഇംഗ്ലീഷ്. ഫ്രൈഡേ ആണ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്താ? ഒരു സാറ്റർഡേ എടുക്കാന്ന് പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് മാം. 28-ാം തീയതി വെച്ച് പറഞ്ഞേക്കണേ. 28-ാം തീയതിയാണ് പറഞ്ഞത് അല്ലേ? മിസ് ആ സാറ്റർഡേ വേറെ ടൈമിൽ എടുത്താൽ മതിയെന്നാ. ഞാന് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞാനൊന്ന് ഇപ്പൊ വരാം, വെയിറ്റ് ചെയ്യണേ.
ശനിയാഴ്ച അശ്വതി മിസ്സിന്റെ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമുക്ക് ശനിയാഴ്ച വെക്കാം. ഓക്കെ മാം. 28 അല്ലേ? ഞാനിവിടെ പറഞ്ഞേക്കാം കേട്ടോ. സമയമൊക്കെ രാവിലെ മതിയോ ഉച്ചയ്ക്ക് മതിയോ? ഏതാണ് കൂടുതൽ നല്ലത് നിങ്ങൾക്ക്? രാവിലെ മതി രാവിലെ മാം. വെക്കാം മാം. ഈ ടൈം തന്നെ മതി മാം. രാവിലെ 10:30 വെക്കാം. to ആ 11:30 ഓക്കെ തീരില്ല കേട്ടോ. ചിലപ്പോ 11:30 ചിലപ്പോ തീർന്നെന്ന് വരില്ല. ഓക്കെ. അത് ആ കുഴപ്പമില്ല ഓക്കെ. മാം, രാവിലെ വെച്ചാൽ മതി. 10:30 തന്നെ വെക്കാം. ഓക്കെ. അപ്പൊ റിവിഷൻ പാർട്ട് തരട്ടെ, ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തിക്കോളോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളാണ് പറയുന്നേ. ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററില് റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസും. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാം. റിന്യൂവബിൾ റിസോഴ്സസ് എക്സാമ്പിൾ എന്താണ്, അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സിൽ ഉൾപ്പെടാത്തത് എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ അത് എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ എയർ പൊല്യൂഷന്റെ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ. ദെൻ അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് കോൺസിക്വൻസ് ഓഫ് എയർ പൊല്യൂഷൻ. കോൺസിക്വൻസ് ഓഫ് എയർ പൊല്യൂഷൻ. Then land pollutionന്റെ കോസസും കോൺസിക്വൻസും. ലാൻഡ് പൊല്യൂഷൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ലാൻഡ് പൊല്യൂഷൻ പറഞ്ഞു, എയർ പൊല്യൂഷൻ പറഞ്ഞു, അതിന്റെ കോസസും പഠിക്കണം, കോൺസിക്വൻസസും പഠിക്കണം. ഓക്കെ ആണോ? നോട്ട് ചെയ്തോ? നെക്സ്റ്റ് നോക്കാനുള്ളത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതായത് കുറെ അധികം ലോസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. വാട്ടർ പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, എയർ പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. അത് എല്ലാം തന്നെ നോക്കി വെക്കുക. ഏതെങ്കിലും ഒന്നോ രണ്ടോ ലോസ് ഉണ്ടാവും കേട്ടോ, നിയമങ്ങൾ വരും. ഓക്കെ, അത്രയുമാണ് അതിൽ നമുക്ക് നോട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സ്കൂൾ മാനേജ്മെന്റ് എടുത്തോളൂ കേട്ടോ. ഗുഡ് മാനേഴ്സ് ഇല്ലേ മാം? ഗുഡ് മാനേഴ്സ് ഞാനല്ലല്ലോ എടുത്തത്. അതാ പറഞ്ഞ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം മാം അല്ലേ എടുത്തത്? അതെ, 1 തുടങ്ങി 6 വരെ ഞാൻ എടുത്തു, പിന്നെ 10ാമത്തെ ചാപ്റ്റർ എടുത്തു. ഓക്കെ, ശരിയല്ലേ പറഞ്ഞത്? അതെ മാം. കമ്മ്യൂണിക്കേഷൻ അപർണ മാം അല്ലേ മാം? കമ്മ്യൂണിക്കേഷൻ അപർണയാണ് എടുത്തത്. ആ അതെ അപർണ അതെ. മാം. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ആ ശരി മാം, ഞാൻ എടുക്കായിരുന്നിട്ട് അപർണ മാം എടുത്തത്. അപർണ മാം എടുത്തത്. സ്കൂൾ മാനേജ്മെന്റ് ഞാൻ എടുത്തു അല്ലെ? അതെ മാം. ഓഫീസ് മാനേജ്മെന്റ് എടുത്തു. അതെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എടുത്തു. യെസ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തു. യെസ് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എടുത്തു. യെസ്. ഓക്കെ അല്ലേ? പിന്നെ മാൻ ആൻഡ് എൻവയൺമെന്റ്.
ഓക്കെ, സ്കൂൾ മാനേജ്മെന്റിൽ ആ പോയിന്റുകൾ കണ്ടോ? ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിന്റനൻസ്, ഓഫീസ് മെയിന്റനൻസ്. അപ്പോ ചിലപ്പോ ചോദ്യം ചോദിക്കാം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്കൂൾ മാനേജ്മെന്റ്? ഏതൊക്കെയാ വരുന്നത്? Classroom management, premises and building maintenance, office management, maintenance, canvassing and propagandas, discipline, maintenance, part and function, and meeting, communication, financial assistance. അടുത്തത് ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ്. 3 തരത്തിലുള്ള ക്യാൻവാസിംഗ് ആണുള്ളത്. ഏതൊക്കെയാ? ഒന്ന് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ്, മറ്റൊന്ന് ഇൻഡോർ ക്യാൻവാസിംഗ്, മറ്റൊന്ന് നെഗറ്റീവ് ക്യാൻവാസിംഗ്. അപ്പോ ആ 3 കാര്യങ്ങളും പഠിച്ചു വെക്കുക കേട്ടോ, എന്താണെന്നുള്ളത്. നെഗറ്റീവ് ക്യാൻവാസിങ്ങിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. ഏതാണ്? എങ്ങനെയാ പറയാൻ പറ്റുക? അതിൽ തന്നെ ഒരു പോയിന്റ് ഉണ്ട്. അഡ്മിഷൻസ് കമ്മിങ് ഇൻ ജനുവരി ആർ കോൾഡ് എന്താ? Teaching admission. Teaching admission. Okay. Then premises and building maintenance. The school premises consist of dash. എന്തൊക്കെയാ വരിക? Buildings, buildings, temporary buildings, toilets and urinals, water tanks and water sources. വരാണ്ടാസ്, പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, ഫുട്പാത്ത്. അപ്പൊ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അത് ഏതൊക്കെ വരും എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. പിന്നെ ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസിൽ ഇവിടെ ടീച്ചേഴ്സിന്റെ മോശം ചില ബാഡ് ഹാബിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് ബാഡ് ഹാബിറ്റ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. Bad habit, gossiping, nail biting, അപ്പൊ അത്രയും കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററില് അഡ്മിഷൻ രജിസ്റ്റർ, സ്റ്റാഫ് രജിസ്റ്റർ, അതൊക്കെ ഞാൻ എഴുതി തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് നോട്ടായിട്ട്? ഇല്ല. ഇല്ല അല്ലെ? ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂള്. എന്തൊക്കെ ഫയൽ? വാട്ട് ആർ ദ ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂള്? എന്തൊക്കെയാണ്? ഏതൊക്കെ ഫയലുകളാണ്? Code, admission register, mirrors, fee collection register. Stock register, സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ട്, ഫീ കളക്ഷൻ രജിസ്റ്റർ ഉണ്ട്, വിസിറ്റേഴ്സ് നോട്ട് ഉണ്ട് അല്ലെ? ഡാഷ് ഈസ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ സ്റ്റുഡൻസ് അറ്റൻഡൻസ് ആൻഡ് സ്റ്റാഫ് അറ്റൻഡൻസ്. ഉത്തരം ഏതാ വരിക? Mirror എന്നുള്ളത് Mirror. Yes. Dash is number of desk benches, scientific articles, etc. stock register. Stock register. Stock register. Dash is information about the marks obtained by the students in each and every Mark examination. register. Mark register. അപ്പൊ ആ രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിമ്പിൾ പഠിച്ചിരിക്കുക. 1 or 2 സിമ്പിൾ, അതായത് എല്ലാ സിമ്പിളുകളും പഠിക്കണം. മെയിൻ ആയിട്ട് ഇതിന്ന് 1 or 2 സിമ്പിൾ, അതായത് 4 മാർക്കിന്റെ ചോദിക്കാം കേട്ടോ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. 2 എന്തായാലും ഉറപ്പായിട്ടുണ്ടാകും. ചിലപ്പോ ഫുൾ പ്രസന്റ് ആകാം, അല്ലെങ്കിൽ ഫുൾ ആബ്സെന്റ് ആവാം. നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ടത് ഒന്ന് ഫുൾ പ്രസന്റ് നോക്കി വെക്കണം, അതിന്റെ സിമ്പിൾ നോക്കുക. ദെൻ ഫുൾ ഡേ ലീവിന്റെ സിമ്പിൾ നോക്കുക, ഫുൾ ഡേ ആബ്സെന്റിന്റെ സിമ്പിൾ നോക്കുക, ദെൻ മോർണിംഗ് സ്പോട്ടിന്റെയും ആഫ്റ്റർനൂൺ സ്പോട്ടിന്റെയും സിമ്പിൾ നോക്കുക. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിമ്പിൾ ആണല്ലോ ഞാൻ പറഞ്ഞു തന്നത്. ക്ലിയർ അല്ലേ? മാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ മോക്ക് ടെസ്റ്റ്? അതെ അതെ, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണോ തരുന്നത് അതുപോലെ തന്നെയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ് എക്സാം ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് വൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ആണ് കേട്ടോ. അതില് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിംഗ് ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ, എക്യുപ്മെന്റ് ഫാക്ടർ. ഇത് നോട്ട് ചെയ്യുക.
പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസില് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എംഫസൈസ് ദ ആസ്പെക്ട്സ് ഓഫ് സ്കൂൾ ഫിനാൻസിങ്, ഫിനാൻസ് ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. മിസ് ഒന്നുകൂടെ പറയോ? ഫിനാൻഷ്യൽ അസിസ്റ്റൻസില് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സെക്കൻഡ് പാരാഗ്രാഫ് ഉണ്ടല്ലോ, അതിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എംഫസൈസ് ദ ആസ്പെക്ട്സ് ഓഫ് സ്കൂൾ ഫിനാൻസ്, ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്. പിന്നെ സ്കൂൾ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ മെയിൻ ആയിട്ട്? സ്കൂൾ ഹെഡ്. സ്കൂൾ ഹെഡ്. Then അടുത്തത് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്കൂൾ ഹെഡ് നോക്കി വെക്കുക കേട്ടോ. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. പിന്നെ ഇതെല്ലാവരും നോക്കി വെക്കേണ്ടതാണ്. പലതരത്തിലുള്ള ഫീസുകൾ ഉണ്ട്. ഓപ്പണിംഗ് ഫീസ് എന്താണെന്ന് നോക്കണം. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ഫീസുകളാണ് ഓപ്പണിംഗ് ഫീസിൽ വരിക? സ്പെഷ്യൽ ഫീസ്, admission fees, exam notebook fees. ഓക്കെ. പിന്നെ ട്യൂഷൻ ഫീസ് ഓർ മന്ത്ലി ഫീസിൽ എന്തൊക്കെയാ വരുന്നത്? എന്തിനാണ് അത് കളക്ട് ചെയ്യുന്നത്? ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നു. ഓക്കെ. എക്സാം ഫീസിൽ എന്തൊക്കെ വരും? ക്വസ്റ്റ്യൻ പേപ്പർ, റീഡിംഗ് ടോയ്സ് ആൻഡ് ആൻസർ പേപ്പർ, റെഡ് ആൻഡ് അതർ മീൻസ്. ഓക്കെ. then യൂണിഫോം ഫീസ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ടൂർ, ഫംഗ്ഷൻ ആൻഡ് പ്രോഗ്രാം ഫീസ്. അതില് കുറേയധികം ടൂറുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ജനറൽ ടൂർ കൊടുത്തിട്ടുണ്ട്. ജനറൽ ടൂർ എന്താണെന്ന് ചോദിക്കാം. ഇറ്റ് ഈസ് എ ലോങ് പ്ലേസ് അറേഞ്ച്ഡ് ബൈ ദ കറസ്പോണ്ടന്റ്. അതാണ് ജനറൽ ടൂർ. ലോക്കൽ ടൂറിന്റെ എക്സാമ്പിൾ ചോദിക്കാം. സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, സർക്കസ്, ചൈൽഡ് ഫിലിം. ഇത് ഏത് തരത്തിലുള്ള ടൂറാണെന്ന് ചോദിക്കാം. ഇവിടേക്ക് പോകുന്ന ടൂർ കേട്ടോ. പിന്നെ റിച്ച് കൈൻഡ് ഓഫ് ടൂർ എന്താണെന്ന് ചോദിക്കാം. ടീച്ചർ ടൂർ ആരാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പൊ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മനസ്സിലായോ? പിന്നെ ടേക്കിംഗ് പാർട്ട് ഇൻ ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗുകളിലെ ആ ഒരു മീറ്റിംഗില് അതിന്റെ താഴേക്കുള്ള അറേഞ്ചിങ് ദ VIPs, സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, പിന്നെ ഡ്രിങ്ക് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്സ്, പീസ് കീപ്പിംഗ്, ഗേറ്റ് ഡ്യൂട്ടി. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? യെസ് മാം. നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് പ്രൊഫൈലില് ഇൻക്ലൂഡ് ചെയ്യുന്നത്? Socio emotional development, physical development, cognitive development, language development, then creative expression. Then ഇതില് നോക്കുക കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്തൊക്കെയാ വരുന്നത്? Pre-number skills, pre-writing skills, basic concepts. ലാംഗ്വേജ് ഡെവലപ്മെന്റിലോ? Language development and oral expressions. Then creative expression. Music, drawing, music, singing, drawing, painting, craft, drama. Okay. Then അടുത്തത് ടൈം ടേബിൾ ആണ് കേട്ടോ. The timetable is detailed plan showing the schedule of time allocation to various subject and activities. Underline ചെയ്യുക കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. Then അടുത്തത് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. 3 തരത്തിലുള്ള ടൈം ടേബിൾ ആണല്ലോ ഉള്ളത്. അല്ല, അറ്റ്ലീസ്റ്റ് 3 ടൈം ടേബിൾ എങ്കിലും വേണമെന്നാണ് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ എന്താണ് ക്ലാസ് ടൈം ടേബിൾ നോക്കുക, ടീച്ചർ ടൈം ടേബിൾ എന്താണെന്ന് നോക്കുക, മാസ്റ്റർ ടൈം ടേബിൾ എന്താണെന്ന് നോക്കുക. ആ കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് പോവാ കേട്ടോ. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയുമാണ് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്തത് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ആണ്. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമില്
4 ടൈപ്സ് ഉണ്ട് അല്ലെ? റൂഫിംഗ് 4 ടൈപ്സിലാണുള്ളത്. അതിനകത്ത് ആർസി സെൻട്രിങ് എന്താണ്, ടൈൽ റൂഫിംഗ് എന്താണ്, ഷീറ്റ് റൂഫിംഗ് എന്താണ്, താച്ചഡ് റൂഫിംഗ് എന്താണെന്ന് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബ്ലാക്ക് ബോർഡ്. 5 ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ് ആണുള്ളത്. വാൾ മെയ്ഡ് ബോർഡ് ഉണ്ട്, വാൾ ഫിക്സഡ് ബോർഡ് ഉണ്ട്, സ്റ്റാൻഡ് ബോർഡ് ഉണ്ട്, റോളിംഗ് ബോർഡ് ഉണ്ട്, സ്ക്രീൻ ബോർഡ് ഉണ്ട്. അതും നോക്കണം. പിന്നെ അതുപോലെ തന്നെ സീറ്റ് അറേഞ്ച്മെന്റ്സിൽ ആ സ്ക്വയർ ഫീറ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓരോരുത്തർക്കും അല്ലെങ്കിൽ എന്റെ സ്പേസിന് വേണ്ടിയിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്, അതും ഒന്ന് നോക്കി വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. മനസ്സിലായല്ലോ? Yes, ma'am. പിന്നെ നിങ്ങൾക്ക് പാർട്ട് 1ഉം 2ഉം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ടേം എക്സാമിന്റെ ആ സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്താണെന്നുള്ളത് ഇല്ല. പറഞ്ഞു തന്നിട്ടില്ല? അന്നാളില് പറഞ്ഞായിരുന്നു. മറന്നുപോയോ? ഓർക്കണില്ല മാം. ഓർമ്മയില്ല? അത് പറയാം. പാർട്ട് 2ലാണോ? പാർട്ട് 1, 2, 1ഉം 2ഉം. ടേം എക്സാം ഉണ്ടാവില്ല, എന്നാലും മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, ഓർമ്മയുണ്ടോ എന്ന്. അതിൽ ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. ഫുഡ്സിനെ എത്ര കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 3 types. Energy supplies, bodybuilders, protective foods. ഓക്കെ. ഇതെല്ലാം നമ്മൾ നോക്കണം. എനർജി സപ്ലൈസിൽ എക്സാമ്പിൾ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. ഏതൊക്കെയാണ് വരുന്നത് എനർജി സപ്ലൈസ് എന്ന് പറയുമ്പോൾ? Wheat, maize, starch, vegetables, pulses, sugarcane, jaggery, butter, ghee, etc. ഓക്കെ. ബോഡി ബിൽഡേഴ്സിലാണെങ്കിൽ അതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ആവുന്നത്. fish, Meat, milk, fat products, dried beans, peas, nuts, cereals, etc. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഏതൊക്കെയാ? vegetables, bread, fruit, fish, milk, eggs. Vegetables, fresh fruits, green leafy, fish, milk, egg, etc. ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ? പഴങ്ങളും പച്ചക്കറികളും. പ്രോട്ടീൻസ് 2 രീതിയിലുണ്ട്. ഏതൊക്കെയാ? Animal proteins. Proteins and vegetable protein. Then proteins are required for. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. പ്രോട്ടീൻസ് 2 തരം, പിന്നെ അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നോട്ട് ചെയ്തിരിക്കുക. പിന്നെ ഫാറ്റ്സ് 2 രീതിയിലുണ്ട്. ഏതൊക്കെയാ? സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് അല്ലെ? അതും നോട്ട് ചെയ്യണം. Then വൈറ്റമിൻസ് പിന്നെ നോക്കാനുള്ളത് വൈറ്റമിൻസ് ആണ്. ADEK. അതിനകത്ത് വാട്ടർ സൊല്യൂബിൾ ഏതാണ്, ഫാറ്റ് സൊല്യൂബിൾ ഏതാണ്? വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ഏതൊക്കെയാ? വാട്ടർ സൊല്യൂബിൾ ഏതാണ്? Water soluble BMC. ബിയും സിയും അല്ലെ? ഫാറ്റ് സൊല്യൂബിൾ ആണെങ്കിലോ? ADEK. പിന്നെ എന്താണ് മാൽന്യൂട്രീഷൻ എന്ന് നോക്കി വെക്കുക കേട്ടോ. മാൽന്യൂട്രീഷൻ ഇത്രയും മതി.
ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കൂയിങ് എന്താണെന്ന് ചോദിക്കാം. കൂയിങ് എന്താ? കൂയിങ് ചെറിയ ഞെരുക്കം പോലെയുള്ള കുട്ടികളുടെ the child produces sound from his throat. മിസ് ഹെൽത്ത് കെയർ പേര് പറഞ്ഞില്ല അല്ലേ? സോറി. ഓക്കെ, ഹെൽത്ത് കെയറില് അവിടെ എക്സ്പാൻഡഡ് വെർഷൻ ചോദിക്കാം. DPT എന്താണ്? DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ്. പെർട്ടൂസിസിനെ പറയുന്ന മറ്റൊരു പേരെന്താ? ലോക്ജോ, പോളിയോ മൈലറ്റിസിനെയോ? ഇൻഫന്റൈൽ പാരാലിസിസ്, ഇൻഫാന്റൽ പാരാലിസിസ് അല്ലെ? MMRന്റെ എക്സ്പാൻഡഡ് വെർഷൻ എന്താ? MMR മംസ്, മീസിൽസ്, ബെല്ല. അതിപ്പോ മീസിൽസ്, മംസ്, റുബെല്ല ആയാലും മംസ്, മീസിൽസ്, റുബെല്ല ആയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളൊരു താളത്തിന് പറയാ മീസിൽസ്, മംസ്, റുബെല്ല എന്നാ പറയാ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. റുബെല്ലയുടെ മറ്റൊരു പേരെന്താ? റുബെല്ല. ജർമ്മൻ പിന്നെ ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്യണേ. വെൻ, വാട്ട്, വൈ എന്ന് പറയുന്ന ടേബിൾ കണ്ടില്ലേ നിങ്ങള്? BCG എന്തിനാണ്? DTT എന്തിനാണ്? ഹെപ്പറ്റൈറ്റിസ് ബി എന്തിനാണ്? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ചോദിക്കും അതിൽ. പിന്നെ ഹെൽത്ത് ചെക്കപ്പ് കേട്ടോ. ഹെൽത്ത് ചെക്കപ്പ് എന്തൊക്കെയാണ് ഹെൽത്ത് ചെക്കപ്പിൽ വരുന്നത്? പൾസ് റെക്കോർഡിംഗ് ഉണ്ട്, ടെമ്പറേച്ചർ മെഷർമെന്റ് ഉണ്ട്, ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഡയറ്ററി റിക്വയർമെന്റ്സ് ഒന്ന് നോക്കുക. ഡയറ്ററി റിക്വയർമെന്റ്സ്. ഓക്കെ, ആ പ്രോട്ടീന്റെ അളവിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 20 gram ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് തിരുത്തിയേക്കും, തിരുത്തിയിട്ടില്ലെങ്കിൽ 20 gram. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഹെൽത്ത് കെയർ എന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ നിന്ന് ചിലപ്പോൾ പുറത്തുനിന്നും വരും ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പൊ ഇന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് മാത്രം പഠിച്ചു വെക്കരുത്. ഇമ്പോർട്ടൻസ് ആദ്യം അതിന് കൊടുക്കുക, എന്നിട്ട് ബാക്കി സമയത്ത് മറ്റുള്ള ഭാഗങ്ങൾ വായിച്ചു പോവുക. ഓക്കെ, മനസ്സിലായോ? പ്രോട്ടീൻ ആണോ മാം 20 gram എന്ന് പറഞ്ഞത്? 20 gram പ്രോട്ടീൻ ആണ് കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂയിങ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ ബാബ്ലിംഗ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ 3 year old ആയിട്ടുള്ള കുട്ടിയുടെ വൊക്കാബുലറി എത്രയാണെന്ന് ചോദിക്കാം. എത്രയാണ് 3 year old ആയിട്ടുള്ള കുട്ടിയുടെ വൊക്കാബുലറി? 900 words. 6 years ആകുമ്പോഴോ? 6 years ആകുമ്പോ 12,000 to 14,000 അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ബർത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രസന്റ് ആണോ അബ്സെന്റ് ആണോ? ബാബ്ലിംഗ് സ്റ്റേജ് ബിഗിൻ ചെയ്യുന്നത് എപ്പോഴാ? 28 weeks, around 28 weeks. യെസ്, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ആ സീക്വൻസ് ഈ പറയുന്ന പോയിന്റ് പറഞ്ഞു മാം, ഞാൻ കേട്ടില്ല. ഏതാണ് ഈ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ലേ? അതില് പോയിന്റും വായിച്ച് നോക്കണം കേട്ടോ. അതിൽ നിന്ന് ഏതെങ്കിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഇവിടെ പറയുന്നത്.
Then അടുത്തത് നീഡ്സില് എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് ചോദിക്കുക അല്ലെ. ഫുഡ് ആൻഡ് വാട്ടർ ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട്, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് ഉണ്ട്, ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് ഉണ്ട്, ഹൈജീൻ ഉണ്ട്. 5 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 5 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ അഫെക്ഷൻ നോക്കി വെക്കുക. അഫെക്ഷൻ ആ ഒരു പാരാഗ്രാഫ് നോക്കി വെക്കുക. പിന്നെ സോഷ്യോ ഇമോഷണൽ നീഡ്സ് നോക്കുക. പിന്നെ ഹൈറാർക്കി ഓഫ് നീഡ്സ്. ആരുടെയാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ്? എബ്രഹാം മാസ്ലോ. ഹെൻറി മുറെ അല്ലെ. ഓക്കെ. ആ ഒരു രീതിയിൽ ഉണ്ടാവുമല്ലോ കേട്ടോ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനാണ്. ഫസ്റ്റത്തെ പേജ് ഉണ്ടല്ലോ, ഫുഡ് ആൻഡ് വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്, പിന്നെ ഹൈജീന്, അതുപോലെ തന്നെ എബ്രഹാം മാസ്ലോ, ഹെൻറി മുറെ, ഇവരുടെ പേരുകൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അഫെക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ സോഷ്യോ ഇമോഷണൽ നീഡ്സ് എന്താണെന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ചിലപ്പോ ഏതെങ്കിലും വിട്ടിട്ട് എഴുതാനായിട്ട് പറയും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെ വരാം. ഓക്കെ. നെക്സ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണ്. ഡിഫൻസ് മെക്കാനിസത്തില് എല്ലാ ഡിഫൻസ് മെക്കാനിസവും നോക്കി വെക്കുക കേട്ടോ. പല ക്വസ്റ്റ്യൻസ് ഇതിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഏതാണെന്ന് പറഞ്ഞു തരുന്നില്ല. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഡിഫൻസ് മെക്കാനിസത്തെ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ പേരാണ് ഡിഫൻസ് മെക്കാനിസം അറിയപ്പെടുന്നത്? ഈഗോ ഡിഫൻസ്, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, മെന്റൽ മെക്കാനിസം. മെന്റൽ മെക്കാനിസം അല്ലെ, പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്നൊക്കെ പറഞ്ഞ് അറിയുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ പേരുകളൊക്കെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കി വെക്കണം. റേഷണലൈസേഷൻ, പ്രൊജക്ഷൻ, ഐഡന്റിഫിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യുക നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമ്മുടെ ക്ലാസ് ഇനി ശനിയാഴ്ച ഇല്ല, പക്ഷെ നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് അല്ല. ഇനി അടുത്ത് നമ്മൾ പ്രാക്ടിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശനിയാഴ്ച ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നേ. അപ്പോ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ എക്സാമിനുണ്ടോ? എന്താണ് പ്രാക്ടിക്കൽ ഏരിയ നമുക്ക് എക്സാമിനുണ്ടോ? പ്രാക്ടിക്കൽ ഏരിയ എക്സാമിനില്ല, പക്ഷെ നിങ്ങളിത് പഠിക്കണം. ലിങ്ക് എപ്പോഴാണ് കിട്ടുക? വൈവയുടെ ലിങ്കോ ഇന്നുണ്ടോ വൈവ? യെസ് മാം ഉണ്ട്. എനിക്ക് വൈവ അപർണ മാമിന്റെ ആ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആരെയാണ് കോണ്ടാക്ട് ചെയ്തത് അവരെയൊക്കെ വിളിച്ചാൽ മതി. ഓഫീസിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അശ്വതി മാം 11:30 തൊട്ട് കിടക്കുന്നില്ല ഇന്ന് വൈവയ്ക്ക്. എന്താണ്? അശ്വതി മാം 11:30 സമയത്തുണ്ടല്ലോ മാം. ഉണ്ടല്ലോ 11:30 to 12:30 സമയം കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ വേറെ ഒന്നും ചോദിക്കാനില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. വൈവയെ കുറിച്ചൊന്ന് പറയുമേ? വൈവയെ കുറിച്ച് പറയാനായിട്ട് വൈവയിൽ പല കാര്യങ്ങളും ചോദിക്കും. അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകളെ പറ്റി ചോദിക്കും. ഇപ്പൊ സാൻഡ് പേപ്പർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാനായിട്ട് പറയും. പിന്നെ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട് പറയും. ഇനി പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു ഡെമോ പോലെ ചെയ്യാനായിട്ട് ചോദിക്കും. പിന്നെ പ്രാക്ടിക്കലിന് വന്ന സമയത്ത് മോണ്ടിസോറി അപ്പാരറ്റസ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മോണ്ടിസോറി അപ്പാരറ്റസിനെ കുറിച്ച് പറയാനായിട്ട് പറയും. അത് പറഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോണ്ടിസോറി അപ്പാരറ്റസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഏതാണെന്ന് പറയാനോ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ചോദിക്കാവുന്നത് അസൈൻമെന്റുകളൊക്കെ സബ്മിറ്റഡ് ആയോ എന്ന് ചോദിക്കാറുണ്ട്.
അസൈൻമെന്റിൽ നിന്ന് എന്താ പറയാ, ചിലപ്പോൾ അസൈൻമെന്റിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള മറ്റു പല, അതായത് അസൈൻമെന്റ് അല്ലാതെ ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇപ്പൊ പ്രോവർബ് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയാനായിട്ട് പറയാം, അല്ലെങ്കിൽ ആക്ഷൻ സോങ് ചെയ്യാനായിട്ട് പറയാം, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാം. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, സർവേ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് എന്തായാലും റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും. സർവേ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയെന്ന് ചോദിക്കും. സർവേ എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിക്കും. ചിലവര് ഫോൺ വഴിയാകാം, ചിലവര് നേരിട്ടാകാം. പിന്നെ ആ സർവേയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്, ഒരു കൺക്ലൂഷൻ എന്താണ്, ആ ഒരു രീതിയിൽ ചോദിക്കാം. പിന്നെ PG ഉള്ളവരാണെങ്കിൽ PG ക്ലാസ്സിൽ സെമിനാർ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയാം പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഏത് ടീച്ചറിന്റെ ക്ലാസ്സിലാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അപ്പൊ ആ ടീച്ചറോട് ചോദിച്ച് നിങ്ങളുടെ മാർക്ക് അവിടെ ഇടും. പ്രസന്റ് ചെയ്യാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ സെമിനാറിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് വൈവയിൽ നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ഓരോ ടീച്ചർമാരുടെയും ഇതനുസരിച്ച് മാറും കേട്ടോ. പൊതുവായിട്ട് ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ചില ടീച്ചർമാർ ചില എക്സ്ട്രാ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെയാണ് ഉണ്ടാവും. എല്ലാവരും ഒരേപോലെ അല്ല ചോദിക്കുന്നത്. എന്റെ വൈവ കഴിഞ്ഞതാണ്, ഇനി ചോദിക്കൂലല്ലോ. ഇനി ചോദിക്കില്ല കേട്ടോ. മാം വൈവ സമയത്ത് കമ്മ്യൂണിക്കേഷൻ മലയാളത്തിലായാലും കുഴപ്പമില്ലല്ലോ, ഇംഗ്ലീഷിലാവണോ? ഇല്ല, മലയാളത്തിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ ഡൗട്ട് ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യൂട്ടെ മാമിനെ. ശനിയാഴ്ച കാണാം. അപ്പൊ ശനിയാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നാള് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവരും തന്നെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേഷൻ വരും. അഥവാ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അത് ക്ലാസ് ഉണ്ടാവില്ല, വേറെ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരും കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you. You're very welcome. Would you like me to help you with anything?